ചാനലാണ് എന്നെ കാണിക്കുന്നത്. ഇത് ലോകം മൊത്തം അറിഞ്ഞു. കാണിക്കണേ. ഇനിയിപ്പോ ഞങ്ങൾ പേരെ വരുന്നില്ല, എന്റെ പേരടക്കത്തിൽ പറയും. ഇപ്പൊ മുപ്പരിങ്ങോട്ട് ഇതിനെ പാസ് ചെയ്യുന്നു. അപ്പൊ കണ്ട് മുപ്പരായിട്ട് സംസാരിച്ച് അപ്പൊ നമ്മളെ കുഞ്ഞുട്ടിയുടെ അല്ലെങ്കിൽ ഫോണത്തെ ആളെ കിട്ടിയിരിക്കണ കേട്ടോ. അതിന് കുറച്ചൊരു പ്രശ്നമുണ്ട്. ഹലോ നജീബ് കൂടെ പാസ് ചെയ്യും. അപ്പൊ നജീബ് ഞാൻ ഫോട്ടോ വീഡിയോ വിളിച്ചത് മുപ്പര പെങ്ങളുടെ ഭർത്താവ് അല്ലേ? ഈ സെലക്ട് ചെയ്ത ആളുടെ പേര് അല്ല മൂപ്പര് നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? ഇത് മനസ്സിലായില്ല എന്ത് സംഭവം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഈ മൂപ്പരകത്ത് കയറിയിട്ട് അവിടെ ആ നിസ്കരിക്കാൻ വന്ന ഒരു ഫോൺ വെച്ചിട്ടാണ് ഈ മൂപ്പര് വന്നിട്ട് എടുത്തിട്ട് പോയി. എടുത്തത് ചില കട്ട് തന്നെ പറയാം. ഇതിൽ നമ്മളൊന്നും മനസ്സിലാക്കാനുണ്ട്. ചില പള്ളിയിൽ ചില ആളുകൾ എന്താക്കുന്നത്, ചില നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജനലിൻ്റെ അടുത്തോ മറ്റുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫോൺ വെച്ചിട്ട് അവർ ഫ്രണ്ടിൽ പോയിട്ട് നിസ്കരിക്കുന്നത്. ഇതിൽ ഈ ഫോൺ എടുത്തതിൽ ആരാണ് തെറ്റുകാരൻ? ഈ വെച്ച നിങ്ങളാണ് തെറ്റുകാർ. കാരണം എന്തെന്ന് വെച്ചാലില്ലേ, ഞാൻ ചില പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടുത്തെ പ്രസിഡൻ്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഇവരെന്താക്കുമെന്ന് വെച്ചാൽ ഇവർ നാട്ടിലത്തെ ഒരു പ്രമാണമില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ആ ജനലിൻ്റെ അടുത്ത് എൻ്റെ ഫോൺ ആരും എടുക്കില്ല, ഞാനൊരു പ്രസിഡൻ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്നല്ല നിലയ്ക്ക് അവിടെ ബാക്കിൽ വെച്ചിട്ട് ഇവർ ഫ്രണ്ടിൽ പോയിട്ട് നിസ്കരിക്കും. ഒന്നും മനസ്സിലാക്കാനേ നിങ്ങൾക്കുള്ളൂ. കാരണം വെച്ചാൽ എല്ലാവരും ഫ്രണ്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ ആര് വരുന്നത് എന്ത് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് ഒരിക്കലും അറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ നാട്ടിലുള്ള കള്ളന്മാരായിരിക്കാൻ വരുന്നുള്ളത് ഇതുപോലുള്ളത്. റമദാൻ മാസം ഒരുപാട് പല ഡ്രസ്സിലും പല ഐറ്റമിലും ആളുകൾ ഇറങ്ങുന്നുണ്ട് പൈസ വാങ്ങിക്കാൻ, കക്കാനും വേണ്ടിയിട്ട് പല രീതിയിലും അവർ കട്ടിട്ട് പോകുന്നുണ്ട്. പല രീതിയിലും പല സ്റ്റൈലും അവർ വന്നിട്ട് ഓരോരോ വീട്ടിൽ വന്നിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അറിയുന്നതാണ്. അപ്പം ഈ മൂപ്പരല്ല തെറ്റുകാർ ഈ ഫോൺ വെക്കുന്ന നിങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഫോൺ വെക്കണം, നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വെക്കുക. എന്തിനു നിങ്ങൾ ബാക്കിലാ ജനലെടുത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നത്? അല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാലെന്നാ പോരെ. ഇത് നിങ്ങൾ വലിയൊരിതായിട്ട് ബാക്കിൽ വെച്ചിട്ടായിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് നിസ്കരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്ത്? ഈ വീഡിയോ ശരിക്കും നിങ്ങളൊന്ന് കാണണോട്ടാ. കാരണം വെച്ചാൽ ആ മൂപ്പര് എങ്ങനെയാണ് കക്കുന്ന രീതിയിലെല്ലാം ഒന്ന് നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടേ. അവിടെ നിസ്കാരം തുടങ്ങി, ആരോ ഫോൺ അവിടെ വെച്ചിട്ട് പോയി. അതാ ബ്ലാക്ക് ഷെയ്ഡ് അയാൾ ഇപ്പം തൊപ്പിയെല്ലാം വെച്ചിട്ട് നല്ല കണ്ടാൽ നല്ലൊരു ഈമാൻ തുള്ളുമ്പുന്നുണ്ട് തോന്നുന്നു. മറ്റുള്ളവരെല്ലാം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇയാൾ കുറച്ച് ബാക്കിലോട്ടേക്ക് വലിഞ്ഞു. വാച്ചെല്ലാം ഒന്ന് റെഡിയാക്കി റുക്കുവിൽ പോകുന്ന സമയത്ത് എന്നിട്ട് അവനെ നിസ്കരിക്കാൻ പോയിട്ടാ. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് കക്കാനും വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയതല്ല. അപ്പം പിന്നെ അവിടെ എന്താ പൊക്കി ഫോണ് പൊക്കി മൂപ്പരെ എസ്കേറുന്നു. അത് നിസ്കരിക്കാൻ നിൽക്കുന്നില്ല, മൂപ്പരെ അങ്ങോട്ടേക്ക് വിട്ട്. നല്ല ആളാണ് പപ്പയ്യ. നിങ്ങൾക്ക് വീണ് കിട്ടിയതാണ് മനസ്സിലായി. മനസ്സിലാക്കാനുള്ള നമ്മൾ റമദാൻ മാസം ഏതൊരു ഇതാണെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. അല്ലാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചിട്ടോ നമ്മൾ വിഷമിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇപ്പോൾ ഇതന്നെ ഉദാഹരണത്തിന് നിങ്ങൾ കാണുന്നില്ല എന്ത് സംഭവമെന്ന്.
നമ്മൾ ശ്രദ്ധ കുറവ് കൊണ്ട് നമ്മളവിടെ ബാക്കിൽ വെച്ച് നമുക്ക് തോന്നുന്ന അള്ളാൻ്റെ വീടല്ല ആരും കക്കില്ല. എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? പലയാളും പല രീതിയിലുമാണുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഉത്തരവാദിത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഒരു കാര്യം പറഞ്ഞു ലാസ്റ്റ് പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ.